ഹായ് ഫ്രണ്ട്സ്, ഇന്നുണ്ടല്ലോന്നേ നമുക്കൊരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്തേക്ക് പോകുമായിരുന്നു. ഞാനും ചേച്ചിയും കൂടെ പുറത്ത് പോയിട്ട് മന്തി മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മന്തി മേടിക്കാനായിട്ട് നമ്മുടെ പേരാമ്പ്രയുള്ള പുതിയ മന്തിക്കടയിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് ഞാൻ ഇതുവരെ മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റുള്ള മന്തിയാണെന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്നാണ് ഇന്ന് മന്തി മേടിച്ചത്. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മന്തിയൊക്കെ മേടിച്ചതെന്ന് അവർ തന്നെ വെച്ചൊക്കെ തന്നു കേട്ടോ. നമ്മുടെ വണ്ടിയിൽ കയറ്റിയൊക്കെ തന്നായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നമ്മുടെ അടുത്ത് തന്നെയാണ്, എന്നാലും കുറച്ച് ദൂരം ഉണ്ടല്ലോ. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെ പിന്നെയും പോയി കേക്കൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഏകദേശം മനസ്സിലായില്ലേ എന്താ വീട്ടിൽ നടക്കാൻ പോണേന്ന്. അങ്ങനെ നമ്മുടെ ചെറിയ കുട്ടിയുടെ, അതായത് ചേച്ചിയുടെയും ചേട്ടൻ്റെയും മൂന്നാമത്തെ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ചേച്ചിയുടെയും ബർത്ത്ഡേ ആണ്, സെയിം ഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മന്തിയൊക്കെ ഞങ്ങൾ മേടിച്ചു കൊണ്ടു. പിന്നെ ചേച്ചിയും ചേട്ടനും കേക്കും മേടിക്കാൻ പോയി. അവർ പോയി വന്നപ്പോഴേക്കും കൊച്ചും റെഡിയായിട്ട് നിന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി. അപ്പോൾ കൊച്ച് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്തു കേട്ടോ. ഇതൊക്കെ നമുക്കൊരു മെമ്മറബിളാണല്ലോ. അങ്ങനെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരുകളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാമിലിയും കൂട്ടുകാരൻ്റെ ഒരു ഫാമിലി മാത്രമാണ് കേട്ടോ ഉണ്ടായിരുന്നത് ബർത്ത്ഡേക്ക്. അങ്ങനെ എല്ലാവരും ഉള്ള കാരണം കൊണ്ടാണ് ഇന്ന് മുറിച്ചത്. പിന്നെ ഞാനും ഹസ്ബൻഡും കൊച്ചും ഞങ്ങൾ ആരെങ്കിലും മിസ്സിങ് ആവും. അത് കാരണം കൊണ്ട് ഇന്ന് തന്നെ മുറിക്കാമെന്ന് പ്ലാൻ ചെയ്തു. ശരിക്കും ബർത്ത് ഡേറ്റ് വരുന്നത് 14th ആണ് കേട്ടോ. ചേച്ചിയുടെയും കൊച്ചിൻ്റെയും സെയിം ഡേറ്റാണ് വരുന്നത്. അപ്പോൾ അന്നിപ്പോൾ ആരും ഉണ്ടാവില്ലാത്തത് കൊണ്ട് ആരെങ്കിലുമൊക്കെ മിസ്സിങ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് മുറിക്കാമെന്ന് വെച്ചത്. ശരിക്കും ഞങ്ങൾക്കാണ് സർപ്രൈസ് ആയത്. പെട്ടെന്നുള്ള ഒരു പ്ലാനായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയി. പിള്ളേരുകളൊക്കെ വന്ന് നിന്നു. അങ്ങനെ പിള്ളേരുകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കേക്ക് മുറിക്കുക എന്ന് പറയുന്നത്. ആരുടെ ബർത്ത്ഡേ ആയാലും കുഴപ്പമില്ല, നമുക്ക് കേക്ക് കഴിക്കണം അല്ലെങ്കിൽ കേക്ക് മുറിക്കാം. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഡേറ്റുകളിലാണല്ലോ ഇപ്പോൾ കൂടുതലും കേക്ക് മേടിക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമ്മളെല്ലാ ആഘോഷങ്ങൾക്കും കേക്ക് ഒരു മസ്റ്റ് ഐറ്റം ആയി തുടങ്ങി. അപ്പം പിള്ളേരുകളെല്ലാവരും കൂടെ കേക്ക് മുറിക്കാനായിട്ട് നിന്നു. അപ്പോൾ ചേച്ചിയോട് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി നിൽക്കണ്ടായിരുന്നില്ല. അങ്ങനെ പിള്ളേർ മുറിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിന്നു. അങ്ങനെ ചേച്ചിയുടെയും കൊച്ചിൻ്റെയും ബർത്ത്ഡേ വിഷസ്സുകൾ നേർന്നുകൊണ്ട് നമ്മൾ കേക്ക് മുറിക്കാൻ കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് തന്നെയാണ് മുറിക്കുന്നത്. അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ കേക്ക് മുറിച്ചു. എല്ലാവർക്കും, ചേച്ചിക്കും ചേട്ടനും പിള്ളേർക്കും എല്ലാവർക്കും വായിലൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കേക്ക് വിതരണം ചെയ്തു കേട്ടോ. നല്ല ടേസ്റ്റുള്ള കേക്കുമായിരുന്നു കേട്ടോ. കേക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി. നല്ല ടേസ്റ്റുള്ള കേക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ആദ്യം പിള്ളേർ എല്ലാവരും ഇരുത്തി. അപ്പോൾ അവർ തന്നെ വേഗം വന്നിരുന്നു. എന്നാൽ മന്തിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ എല്ലാവരും കഴിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം കൂടിയാണ്. അപ്പോൾ പിള്ളേർക്ക് വേണ്ടി നോർമൽ മന്തിയും കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയവർക്ക് പെരി പെരി അൽഫാം മന്തി അങ്ങനെയാണ് കേട്ടോ മേടിച്ചത്. അങ്ങനെ ഞങ്ങൾ കേക്കും കഴിച്ച് മന്തി കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ പിള്ളേരുകളെല്ലാവരും കഴിച്ചു. എല്ലാവരും വയറ് നിറച്ച് തന്നെ കഴിച്ചു കേട്ടോ. നന്നായി കഴിച്ചു. മിനുനാണെങ്കിൽ ഞാനും ഡാഡിയുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രഷ്യസ് ദിവസങ്ങളാണ്. ഞങ്ങൾ ചുരുക്ക ദിവസങ്ങളിലാണ് കണ്ടുമുട്ടാറുള്ളത്. അത് കാരണം കൊണ്ട് അവൾക്ക് ഭയങ്കര വലിയ ആഘോഷമായിരുന്നു അത്. അവൾ കേക്ക് കൊണ്ടുവന്ന് വായിൽ വെച്ച് തരിക, അതൊക്കെ പരിപാടിയായിരുന്നു കേട്ടോ. നമ്മുടെ അപ്പുചേട്ടൻ എല്ലാ കാര്യത്തിനും മുൻപന്തിയിലുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനും ചെയ്യാനും ഒക്കെ ആയിട്ട്. കൊച്ച് എല്ലാവർക്കും വായിൽ ഓരോ ചെറിയ പീസ് വെച്ച് കൊടുത്തു. അതിനുശേഷം ചേച്ചി കേക്ക് ശരിക്കും കട്ട് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്തു കേട്ടോ. പിള്ളേരുടെ കേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും എല്ലാവരും ഇരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഭക്ഷണം കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി. മന്തി ആയാലും കേക്കായാലും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ വീക്ഷണങ്ങളും വിമർശനങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.